പ്രിയപ്പെട്ടവരെ, അക്ബർ സ്നേഹക്കൂട്. ലഡാക്ക്, ജമ്മു കാശ്മീരിലെ ലഡാക്ക് ഡിസ്ട്രിക്റ്റ് ഭൂമിയിലെ സ്വർഗമാണ്. ഞാൻ 4 തവണ ലഡാക്ക് കറങ്ങിയിട്ടുണ്ട്. നംകീല പാസിലൂടെ ഏകദേശം 13,000 അടി സമുദ്ര ലെവലിൽ നിന്ന് ഉയരമുള്ള നംകീല പാസിലൂടെ ഞാനിപ്പോൾ ശ്രീനഗറിലേക്ക് യാത്ര ചെയ്യുകയാണ്. എന്താ പറയുക, വാക്കുകൾ കൊണ്ടൊന്നും എനിക്ക് വിസ്മയങ്ങളുടെ ഒരു ചെപ്പാണ് ഈ ലഡാക്ക്. പ്രത്യേകിച്ച് പ്രകൃതിയെ സ്നേഹിക്കുന്നവർ, പ്രകൃതിയെ ആസ്വദിക്കുന്നവർ, എന്നെപ്പോലെ പ്രകൃതിയെ പ്രണയിക്കുന്നവർ, യാത്രകളെ പ്രണയിക്കുന്നവർക്ക് ഇതിലും വലിയൊരു സ്വർഗ്ഗം ഇനി കിട്ടാനില്ല. അതുകൊണ്ട് ഇത് കാർഗിലിലേക്കുള്ള റോഡാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ലേയിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുന്ന റോഡിൽ ആണ് കാർഗിൽ വരിക. അപ്പോൾ നംകീല പാസിലൂടെ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇരുവശവും പല വർണ്ണങ്ങളിൽ ഉള്ള പർവ്വത നിരകൾ കണ്ടോ. വാവ്, അതിങ്ങനെ നമ്മളെ ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇനി പാസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഹെനാസ്കു വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ദ ഇൻവിസിബിൾ വില്ലേജ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ദ ഇൻവിസിബിൾ വില്ലേജ്. ആ വില്ലേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഇത് നംകീല പാസ്സാണ് കേട്ടോ. അത് 13,000 അടി ഉയരത്തിലാണ് ഈ നംകീല പാസ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളെ, അതിമനോഹരമായ ദൃശ്യങ്ങളെ ഞാനിങ്ങനെ ഒപ്പിയെടുക്കണം. ഇതാണ് ഹെനോസ്കു വില്ലേജ്. ഹെനോസ്കു വില്ലേജ് എന്ന് പറഞ്ഞാൽ ദ ഇൻവിസിബിൾ വില്ലേജാണ് ഹെനോസ്കു. കണ്ട, ഇവിടുത്തെ വീടുകൾ നമ്മൾ കാണില്ല. എന്ന് വെച്ചാൽ ഏകാന്തത എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും തീവ്രമായിട്ട് നോക്കണം. അത് ആ കാണുന്നതൊക്കെ വീടുകളാട്ടോ. ആ പർവ്വതങ്ങളിലൊക്കെ വീടുകളുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നുണ്ടോ? ഒരു വീടിൻ്റെ അടുത്തേക്ക് ഞാൻ കുറച്ച് ട്രക്ക് ചെയ്ത് പോയി. എന്നിട്ട് ഈ വീട് ഞാനിപ്പോൾ എൻ്റെ ക്യാമറയിൽ പകർത്തുന്നത്. എന്ന് വെച്ചാൽ ഭൂമിക്കടിയിലാണ് വീടുകൾ കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ ദ ഇൻവിസിബിൾ വില്ലേജ് എന്ന് പറയുന്നത്, ഈ ഹെനോസ്കുവിനെ കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നടന്ന് കാറിലൊക്കെ പോകുന്ന സമയത്ത് വീടുകളൊന്നും കാണില്ല നമുക്ക്. ആകെ വിജനതയാണ് ഇവിടെ, ശ്മശാന മൂകതയാണ്. എന്നാൽ ഇവിടെ വീടുകളുണ്ട്, അതിലൊക്കെ മനുഷ്യരുണ്ട്. പിന്നെ പൊതുവേ വളരെ ഈ ബുദ്ധിസ്റ്റുകളാണ് അധികവും ഇവിടെ. വളരെ ശാന്ത പ്രകൃതിയുള്ളവരാണ് ഇവർ അധികം സംസാരിക്കാറില്ല. ആവശ്യത്തിന് അവർ സംസാരിക്കുള്ളൂ. ഇവർ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ ഈ ശബ്ദം അധികം പുറത്തു വരില്ല. അവർ കൂടുതൽ ആംഗ്യങ്ങളിലൂടെയാണ്, അവരുടെ ആക്ഷൻസിലൂടെ, ഈ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങളിലൂടെയാണ് അവരുടെ പ്രകടനങ്ങൾ അധികവും മെസ്സേജുകളൊക്കെ കൺവേ ചെയ്യുന്നത്. ഈ ലഡാക്കിലെയും ഹിമാലയത്തിലെയൊക്കെ മനുഷ്യർ, പ്രത്യേകിച്ച് ഈ ബുദ്ധിസ്റ്റുകൾ, അപ്പോൾ കുറച്ചവർ സംസാരിക്കുള്ളൂ. അപ്പോൾ ഈ പർവ്വതങ്ങളിലാണ് അവർ വീട്. അതിലൊക്കെ അവരുടെ വീടുണ്ടാവും. നോക്കിക്കോട്ടെ നിങ്ങൾ, ആ ചെറിയ ചെറിയ ദ്വാരങ്ങൾ കാണുന്നുണ്ടോ, അതൊക്കെ അവരുടെ വീടുകളാണ്. അവിടെയൊക്കെ മനുഷ്യരുണ്ട്. പിന്നെ ഈ പ്രദേശത്തെക്കുറിച്ച് പറയുന്നത് ദ ടൈം സ്റ്റാൻഡ് സ്റ്റിൽ എന്നാണ്. ഇവിടെ സമയം മൂവ് ചെയ്യുന്നില്ല എന്നാണ് പറയുക. എന്നുവെച്ചാൽ അത്രയ്ക്കും വിജനതയും മറ്റു മൂകതയും അനുഭവപ്പെടുന്ന. ശരിക്കും ഇവിടെയൊക്കെ ഇങ്ങനെ ഞാൻ എൻ്റെ ഈ യാത്രയിൽ ചില ഭാഗത്തൊക്കെ 1 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നടന്ന് ഈ ഏതെങ്കിലുമൊക്കെ പർവ്വതങ്ങളുടെ പ്രാന്തത്തിൽ പോയിരുന്ന് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കും. ശരിക്കും പറഞ്ഞാൽ ആ മെഡിറ്റേഷൻ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഇൻറ്റൻസായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടല്ലോ, അത് ഇവിടെ നമുക്ക് ഉണ്ടാവും. ശരിക്കും വെറുതെ അല്ല ഈ പിന്നെ എന്താ പറയുക, ഈ വലിയ വലിയ മഹായോഗികളൊക്കെ ഹിമാലയത്തിൽ പോയിട്ട് അവർക്ക് എൻലൈറ്റ്മെൻറ്റ് ഉണ്ടാവുന്നത്. കാരണം ഇത്രയും പ്രശാന്തത മറ്റെവിടെയാണ് അനുഭവിക്കാൻ കഴിയുക. ഇനി അടുത്ത് ഞങ്ങളിതാ ഇപ്പോൾ മൂൺലാൻഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇൻവിസിബിൾ വില്ലേജ് കഴിഞ്ഞാൽ മൂൺലാൻഡ് എന്ന് പറയുന്ന, പിന്നെ എന്നാൽ ലമായുരു മൊണാസ്ട്രി ഉണ്ട് ഇവിടെ. ഇത് കണ്ടോ മൂൺലാൻഡ്. ഇത് നോക്ക് നിങ്ങൾ, ചന്ദ്രൻ്റെ പ്രതലം പോലെ, ഉപരിതലം പോലെ നമുക്ക് അനുഭവപ്പെടുന്ന അതേ ഫീലാണ് ഈ പ്രദേശത്തിന്. ഇതാണ് മൂൺലാൻഡ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ലഡാക്കിൽ നിന്ന് ശ്രീനഗറിലേക്ക്, ലഡാക്കിൽ നിന്ന് മൂൺലാൻഡിലേക്ക് 127 കിലോമീറ്റർ ഉണ്ട്. ഈ മൂൺലാൻഡിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, തിരിച്ച് വരാൻ തോന്നില്ല നമുക്ക്. അങ്ങനെ അവിടെ അങ്ങ് കൂടിയാലോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ഈ ഗാർഹിക ഉത്തരവാദിത്തങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാൻ ഇവിടേക്ക് വിടും. അവിടെ പോയിട്ട് അവിടെ ഒരു സാധാരണ എന്താ പറയുക, ഒരു എന്തെങ്കിലുമൊക്കെ ചെറിയ പണിയൊക്കെ എടുത്ത് അങ്ങനെ അവിടെ ജീവിച്ച്, അങ്ങനെ ഈ പർവ്വത പ്രാന്തത്തിൽ എവിടെയെങ്കിലും ജീവൻ വെടിയുക, സമാധിയിൽ. എൻ്റെ തീവ്രമായൊരാഗ്രഹമാണ്. നടക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ നമ്മുടെ ആഗ്രഹങ്ങൾ ആത്മാർത്ഥതയും തീവ്രവുമാണെങ്കിൽ പ്രകൃതി
നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് നമ്മളെ എത്തിക്കും. പ്രകൃതിയുടെ എല്ലാ ഘടകങ്ങളും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പിന്നെ പൗലോ കൊയ്ലോ പറഞ്ഞത്. അപ്പോൾ എൻ്റേത് വളരെ ആത്മാർത്ഥവും തീവ്രവും വിശുദ്ധവുമായ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഈ ഹിമാലയ സാനുക്കളിൽ എവിടെയെങ്കിലും പോയിട്ട് എന്ന് വെച്ചാൽ ആ ഒരു ഏകാന്തതയുണ്ടല്ലോ, അത് അതിൻ്റെ ഏറ്റവും തീവ്രമായ ഏകാന്തതയുടെ തീവ്രമായ അനുഭവത്തിലേക്ക് അങ്ങനെ ഡിസപ്പിയർ ആവണം. വാവോ, അതെന്തൊരു സുഖമാണല്ലേ. അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളെ നംകീല പാസിലൂടെ ഹെനോസ്കു എന്ന ഇൻവിസിബിൾ വില്ലേജിലൂടെ ഇപ്പം നിങ്ങളെ മൂൺലാൻഡിലാണ് എത്തിച്ചിട്ടുള്ളത്. ഇവിടെ ലമായുരു എന്ന് പറയുന്ന ഒരു വളരെ പ്രാചീനമായ അതിപ്രാചീനമായ ഒരു